പ്രോബബിലിറ്റി തിയറിയുടെ ഒരു ഡെമോ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. പ്രോബബിലിറ്റി തിയറിയുടെ സിലബസിൽ 3 മൊഡ്യൂളുകളാണുള്ളത്. റാൻഡം വേരിയബിൾ, മൾട്ടിപ്പിൾ റാൻഡം വേരിയബിൾ, മോഡ്സ് ഓഫ് കൺവെർജൻസ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിളിൻ്റെ മൊഡ്യൂളിൽ എന്താണ് റാൻഡം വേരിയബിൾ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ റാൻഡം വേരിയബിൾ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാൻഡം വേരിയബിൾ എന്താണ്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്, അതിൻ്റെ ഫങ്ഷൻസ്, മൊമെൻറ്റ്സ്, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫങ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാനുള്ളത്. സിലബസിലുള്ള ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻസും തിയറംസും ഒക്കെ നോക്കുമ്പോൾ കുറച്ച് ടേംസൊക്കെ ഉണ്ടാവും. ആ ടേംസ് മുന്നേ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. സോ പ്രോബബിലിറ്റി തിയറിയിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസൊക്കെയാണ് ആദ്യം പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകും. ഫസ്റ്റ് പ്രോബബിലിറ്റി എന്താണെന്നുള്ളത്. പ്രോബബിലിറ്റി ഈസ് എ മെഷർ ഓഫ് അൺസർട്ടനിറ്റി. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയിലാണ്. പ്രോബബിലിറ്റി 0 ആണെന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ഇവൻ്റ് ആയിരിക്കും. പ്രോബബിലിറ്റി 1 എന്ന് പറയുമ്പോൾ അത് ഷുവർ ഇവൻ്റ് ആയിരിക്കും. ഇനി എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്? റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റ് അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റുകളാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കതിൻ്റെ ഔട്ട്കംസ്, പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഔട്ട്കംസ് എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് ദ റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താ? പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ഡൈ ത്രോ ചെയ്യാം. ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. നമുക്ക് ഏത് ഔട്ട്കം കിട്ടും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, അതൊരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. എന്നാൽ നമുക്കറിയാം ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്കംസ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്നറിയാം. 1, 2, 3, 4, 5, 6. 1 to 6 നമ്പേഴ്സാണ് നമുക്ക് ഔട്ട്കം ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത്രയും നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ്, അതാണ് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഉള്ള നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ് നമ്മൾ ഒമേഗ യൂസ് ചെയ്താണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറയുന്ന ഒരു സെറ്റാണെന്ന് പറഞ്ഞു. ആ സെറ്റിലെ ഏത് സബ്സെറ്റിനെ നമ്മൾ ഇവൻ്റ് എന്ന് പറയും. സെറ്റ് 1, 2, സെറ്റ് 1, 2, 3, അങ്ങനെ അതിൻ്റെ സബ്സെറ്റുകളായിട്ട് എഴുതുന്ന എല്ലാം ഇവൻറ്റുകളാണ്. ഇനി എന്താണ് ക്ലാസ് ഓഫ് സെറ്റ്സ്? ലെറ്റ് ഒമേഗ ബി ആൻ ആർബിറ്ററി സെറ്റ്, ദെൻ എ ക്ലാസ് ഓഫ് സബ്സെറ്റ്സ് ഓഫ് ഒമേഗ ഇസ് എ സെറ്റ് ഹൂസ് എലമെൻറ്റ്സ് ആർ സബ്സെറ്റ്സ് ഓഫ് ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസിലെ സെറ്റുകളുടെ സാമ്പിൾ സ്പേസിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സബ്സെറ്റുകളുടെ കളക്ഷൻ, അതാണ് നമ്മൾ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ഹെഡും ടെയിലും, അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് ഹെഡും ടെയിലുമാണ്. അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്താണ്? പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത് ഹെഡും ടെയിലുമാണ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് സെറ്റ് H and T നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സബ്സെറ്റുകൾ എന്തൊക്കെയാണ്? പോസിബിൾ ആയിട്ടുള്ള സബ്സെറ്റുകൾ: സിംഗിൾട്ടൺ സെറ്റ് H, സിംഗിൾട്ടൺ സെറ്റ് T, അതുപോലെ നൾ സെറ്റ് വരാം. അതുപോലെ Hഉം Tയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ പവർ സെറ്റ് എന്ന് പറയും. പവർ സെറ്റ് വരാം, അതായത് ഒമേഗ തന്നെയാണ്. ഇങ്ങനെ 4 സബ്സെറ്റുകളാണ് ഇതിൽ പോസിബിൾ ആയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ C1 എന്ന് പറഞ്ഞ് സെറ്റ് 5 ഒമേഗ എടുത്തു, അതായത് നൾ സെറ്റും പവർ സെറ്റും വരുന്ന രീതിയിൽ ഒരു സെറ്റ് എടുത്തു. ഇതൊരു ക്ലാസ്സാണ്. ഇനി അടുത്തത് ഇതിലെ എല്ലാ സബ്സെറ്റുകളും എടുത്തു, അതും വേറൊരു ക്ലാസ്സാണ്. അതായത് പവർ സെറ്റ് ഈസ് ഓൾവേസ് എ ക്ലാസ്.
ഇനി അടുത്തത് എന്താണ് ഫീൽഡ് എന്നുള്ളതാണ്. ഫീൽഡ് അഥവാ ഓൾജിബ്ര ഓഫ് സെറ്റ്സ്. Let F be a non-empty class of subsets of a set omega. Then F is a field in omega if A complement belongs to F for all A belongs to F, A union B belongs to F for all A, B belongs to F. അതായത് എഫ് എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി ക്ലാസ് ഓഫ് സബ്സെറ്റ്സ് ഓഫ് ഒമേഗയാണ്. എഫ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എപ്പോഴാണ് ഫീൽഡ് ആകുക എന്നുള്ളത്, അതായത് ആ ക്ലാസ്സിനകത്തുനിന്ന് ഒരു ഇവൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻറ്റും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിനകത്തുനിന്ന് 2 ഇവൻറ്റുകൾ എയും ബിയും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിയനും അതേ ക്ലാസ്സിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ വെച്ചത് പറഞ്ഞുതരാം. അതായത് എന്താണ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എ നോൺ എംപ്റ്റി ക്ലാസ് ഓഫ് സബ്സെറ്റ്സ് ഓഫ് ഒമേഗ വിച്ച് ഇസ് ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റ് ഓഫ് സെറ്റ്സ് ആൻഡ് യൂണിയൻ ഓഫ് സെറ്റ് ഈസ് ഫീൽഡ് ഓർ ഓൾജിബ്ര ഇൻ എഫ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. എക്സാമ്പിളുകൾ വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള ഡെഫിനിഷൻസ് ആയാലും തിയറംസ് ആയാലും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മുടെ ലെറ്റ് ഒമേഗ ബി എനി സെറ്റ് ആൻഡ് എഫ് എന്ന് പറയുന്നത് 5 ഒമേഗയുള്ള ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് ഒരു ഫീൽഡ് ആണോ എന്നാണ്. 5 ഒമേഗയാണ് നമ്മുടെ ഈ ക്ലാസ്സിനകത്തുള്ള ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റും ക്ലോസ്ഡ് അണ്ടർ യൂണിയനും ആയിരിക്കണം. ഫസ്റ്റ് ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻ്റ് ആണോ നോക്കി. അങ്ങനെയാണ് 5 എന്ന് പറയുന്ന നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ്? ഒമേഗയാണ്. അത് ഓൾറെഡി അതിനകത്തുണ്ട്. ഇനി ഒമേഗ എന്ന് പറയുന്നത് പവർ സെറ്റ്, അതായത് ആ മൊത്തത്തിലുള്ള സാമ്പിൾ സ്പേസ് ആണ്. ഇനി ഒമേഗയുടെ കോംപ്ലിമെൻ്റ് ആണ് 5 ആണ്. അപ്പോൾ ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻ്റ് ആണ്. ഇനി ക്ലോസ്ഡ് അണ്ടർ യൂണിയൻ ആണോ എന്ന് ചോദിച്ചാൽ ഇതിലുള്ള ഏത് ഇവരുടെ എടുത്താലും ഫോർ ഓൾ എ ആൻഡ് ബി എന്നാണ് പറയുന്നത്. ഇതിലാകെ 2 ഉള്ളൂ, അതുകൊണ്ട് നമുക്കത് തന്നെ ചൂസ് ചെയ്യാം. 5 യൂണിയൻ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ തന്നെയാണ്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എഫ്, അതായത് ക്ലാസ് 5 ഒമേഗ, സെറ്റ് 5 ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റ് യൂണിയനുമാണ്. സോ എഫ് ഈസ് എ ഫീൽഡ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, നമ്മൾ എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് പവർ സെറ്റ് ആണെന്ന് വിചാരിക്കാം. പവർ സെറ്റ് ആണെങ്കിൽ അതൊരു ഫീൽഡാണോ? പവർ സെറ്റ് ആണെങ്കിൽ അതൊരു ഫീൽഡാണ്. കാരണം എന്താ? ഇത് ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റും യൂണിയനുമാണ്. അതിൽ പവർ സെറ്റിലെ ഏത് ഇവൻ്റ് എടുത്താലും അതിൻ്റെ കോംപ്ലിമെൻറ്റ് അതിനകത്തുണ്ടായിരിക്കും. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്സെറ്റുകളും ഉണ്ട്. അപ്പോൾ ഏതെടുത്താലും അതിൻ്റെ കോംപ്ലിമെൻ്റ് അതിൻ്റെ അകത്തിരിക്കും ഉണ്ടായിരിക്കും. പിന്നെ ഏത് 2 എലമെൻ്റ് എടുത്താലും അതിൻ്റെ യൂണിയനും അതിനകത്തുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഹെഡും ടെയിലും വരുന്ന ഇതിൽ പവർ സെറ്റ് എന്തായിരുന്നു? ഹെഡ്, ടെയില്, നൾ സെറ്റ്, പിന്നെ ഒമേഗയും കൂടെ വരുന്നത്. ഇതായിരുന്നു നേരത്തെ അടുത്ത കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൽ പവർ സെറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് ഏതെടുത്താൽ, ഇപ്പോൾ ഹെഡ് എന്ന് പറയുന്ന ഇവൻ്റ് എടുക്കാനായിരിക്കും, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ്? ടി എന്ന് പറയുന്ന സിംഗിൾ ടൺ സെറ്റാണ്. ഇനി 5 ടി എടുത്ത ഹെഡ് എച്ച് ആണ്. 5 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ്? ഒമേഗയാണ്. അത് അതിനകത്തുണ്ട്. ഒമേഗ എടുത്ത 5 ആണ്. ഇനി യൂണിയൻ എടുത്ത് നോക്കൂ. ഹെഡും ടെയിലും 2 ഇവൻ്റ് എടുത്തു, അതിൻ്റെ യൂണിയനായ സെറ്റ് അതിനകത്തുണ്ട്. 5 എടുത്ത അതിൻ്റെ 5ഉം ടിയും എടുത്ത അതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് ടി തന്നെയാണ്, അത് അതിനകത്തുണ്ട്. അങ്ങനെ ഏതെടുത്താലും അതിനകത്ത് തന്നെ ഉണ്ടാകും അതിൻ്റെ യൂണിയനും. സോ പവർ സെറ്റ് ഒരു ഫീൽഡാണ്. ഇനി വേറൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈ ത്രോ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് എടുക്കാം. അതിനകത്ത് നമ്മുടെ സാമ്പിൾ സ്പേസ് എന്തായിരുന്നു? 1 2 3 4 5 6 ആണ്. അതിനകത്തുനിന്നൊരു ഫീൽഡ്, അതിനകത്തുനിന്നൊരു ക്ലാസ് എടുക്കുക. 5 1 2 3 5 2 4 6 സെറ്റ് 2 4 6 ഒമേഗ. ഈ ഒരു ക്ലാസ് ഇത് ഫീൽഡാണോ ചെക്ക് ചെയ്യുന്നതാ? ഫസ്റ്റ് ഇതിനകത്തുള്ള ഏത് ഫോർ ഓൾ എ
എ കോംപ്ലിമെൻറ്റ് അതിനകത്ത് ഉണ്ടാകുന്ന പറയുന്നത്. ഫൈ ചൂസ് ചെയ്താൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്? ഒമേഗ അതിനകത്തുണ്ട്. ഒമേഗ ചൂസ് ചെയ്തതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്? ഫൈ അതിനകത്തുണ്ട്. ഇനി സെറ്റ് 1 3 5 ചൂസ് ചെയ്താൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്? കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തില്ല, അതായത് സാമ്പിൾ സ്പേസിൽ ഇതൊഴികെ ബാക്കിയല്ല. അപ്പോൾ സെറ്റ് 2 4 6 ആണ്, അത് അതിനകത്തുണ്ട്. 2 4 6 ചൂസ് ചെയ്താൽ സെറ്റ് 1 3 5 ആണ്, അതും അതിനകത്തുണ്ട്. ഇനി ക്ലോസ്ഡ് അണ്ടർ യൂണിയൻ ആണോ നോക്കാം. ഫൈയും ഒമേഗയും വെച്ചിട്ടുള്ള യൂണിയൻ എല്ലാം നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തു. ഇനി ഈ രണ്ട് സെറ്റുകൾ എടുത്തു നോക്കാം. ഈ രണ്ട് സെറ്റുകളുടെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? വീണ്ടും സെറ്റ് 1 2 3 4 5 6 ആണ് കിട്ടുക. അതെന്ന് പറയുന്നത് എന്താണ്? ഒമേഗ തന്നെയാണ്. അപ്പോൾ ഏത് ഫോർ ഓൾ എ കോമ ബി, എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബിലോങ്സ് ടു എഫ് ആണ്. അതുകൊണ്ട് എന്താണ്? ഇതും ഒരു ഫീൽഡാണ്. ഇനി ഒരു നോട്ട് എന്ന് പറയുന്നത് ഫീൽഡ് ഇസ് ക്ലോസ്ഡ് അണ്ടർ ഇൻ്റർസെക്ഷൻ ഓൾസോ. അത് ഈ എക്സാമ്പിളുകളിലൊക്കെ കാണാൻ പറ്റും. ഫീൽഡ് ആവാൻ ഈ രണ്ട് അതായത് ക്ലോസ്ഡ് അണ്ടർ യൂണിയനും ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റ് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. പക്ഷേ ഫീൽഡ് ഓൾസോ ക്ലോസ്ഡ് അണ്ടർ ഇൻ്റർസെക്ഷനും കൂടിയാണ്. അതായത് ഏത് ഇവൻ്റ് എടുത്താലും അതിൻ്റെ ഇൻ്റർസെക്ഷനും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. ഇനി അടുത്തതാണ് സിഗ്മ ഫീൽഡ്. സിഗ്മ ഫീൽഡ് ആയിരിക്കും ഇനി കൂടുതൽ നമ്മൾ കേൾക്കാൻ പോകുന്നൊരു ടേം എന്ന് പറയുന്നത്. സിഗ്മ ഫീൽഡ് നമ്മൾ എഫ് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ചില ടെക്സ്റ്റുകളിലും മറ്റൊക്കെ സ്ക്രിപ്റ്റ് എസ് യൂസ് ചെയ്തും കാണിക്കാറുണ്ട്. സ്ക്രിപ്റ്റ് ലെറ്റേഴ്സാണ് ഇതിലൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എന്താണ് സിഗ്മ ഫീൽഡ് ഓർ സിഗ്മ ഓൾജിബ്ര? നമ്മൾ നേരത്തെ പറഞ്ഞ ഫീൽഡിൻ്റെ ആക്സിയംസിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ, അതായത് ഫീൽഡിനകത്ത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റേഷനും ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് യൂണിയനും ആയിരുന്നു. അതിൻ്റെ കൂടെ ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ യൂണിയനും കൂടെ വരുമ്പോഴാണ് അതൊരു സിഗ്മ ഫീൽഡ് എന്ന് പറയാം. അതായത് ലെറ്റ് ഒമേഗ ബി എനി ആർബിട്രറി സെറ്റ് ആൻഡ് എഫ് ബി എനി നോൺ എംപ്റ്റി ക്ലാസ് ഓഫ് സബ്സെറ്റ്സ് ഓഫ് ഒമേഗ, then F is a sigma field in omega if A complement belongs to F for all A belongs to F, A union B belongs to F for all A comma B belongs to F, and also union I equal to 1 to infinity AI belongs to F for every sequence AI of sets in F. A field which is also closed under countable union of sets is a sigma field. അതായത് കൗണ്ടബിൾ യൂണിയനും കൂടെ വന്നു കഴിഞ്ഞാൽ അതൊരു സിഗ്മ ഫീൽഡ് ആയിരിക്കും. ഇനി എന്താണ് ബോറൽ ഫീൽഡ്? ബോറൽ ഫീൽഡ് ഈസ് എ സിഗ്മ ഫീൽഡ് ജനറേറ്റഡ് ബൈ ഇൻ്റർവെൽസ് ഓഫ് എ റിയൽ ലൈൻ. റിയൽ ലൈനിലെ ഇൻ്റർവെൽസ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഫീൽഡുകളെയാണ് ബോറൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രോബബിലിറ്റി മെഷർ? Let omega be any set and F be any sigma field of sets of omega. Define a set function P on F. Define a set function P on F, P from F to R. Suppose P satisfies the following axioms. First one, P of A greater than or equal to 0 for all A belongs to F, P of phi equal to 0, P of omega equal to 1. If sequence AI is a sequence of disjoint sets in F, then P of union I equal to 1 to infinity AI equal to summation I equal to 1 to infinity P of AI. Then P is a probability measure of F. അതായത് ഒരു സെറ്റ് ഫംഗ്ഷൻ പി നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഒരു സിഗ്മ ഫീൽഡിൽ നിന്ന് റിയൽ ലൈനിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു സെറ്റ് ഫംഗ്ഷൻ പി ഈ പറഞ്ഞിരിക്കുന്ന 4 ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ
അതൊരു പ്രോബബിലിറ്റി മെഷർ എന്ന് പറയും. അതായത് പി ഓഫ് എ, അതായത് ആ ഫീൽഡിലുള്ള ഏത് ഇവൻറ്റ് എ എടുത്താലും അത് പി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതേപോലെ തന്നെ നൾ സെറ്റ് പി ഓഫ് ഐൻ്റെ വാല്യൂ 0 ആയിരിക്കണം. പി ഓഫ് ഒമേഗ 1 ആയിരിക്കണം. അതുപോലെ ഏതൊരു സീക്വൻസ് എ ഐ എഫിലുള്ള ഒരു സീക്വൻസ് എ എടുത്താലും പി ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity എ ഐ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity പി ഓഫ് എ ഐ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന് ഒരു പ്രോബബിലിറ്റി മെഷർ എന്ന് പറയും. മെഷർ ഓൺ എഫ് അല്ലെങ്കിൽ മെഷർ ഓൺ ഓർഡർഡ് പെയർ ഒമേഗ എഫ് എന്ന് പറയും. ഇനി അതുപോലെ ട്രിപ്ലറ്റ് ഒമേഗ എഫ് പി, ഇത് ഒമേഗ എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിനെയും ഒരു ഫീൽഡിനെയും ഒരു പ്രോബബിലിറ്റി മെഷറിനെയും ഒരു ട്രിപ്ലറ്റ് ആയിട്ട് ഒമേഗ എഫ് പി എന്ന് എഴുതുകയാണെങ്കിൽ അതിന് പ്രോബബിലിറ്റി സ്പേസ് എന്ന് പറയും. ഇത്രയാണ് പ്രോബബിലിറ്റി മെഷർ എന്താണെന്നും പ്രോബബിലിറ്റി സ്പേസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. ഇനി റാൻഡം വേരിയബിൾ, അതായത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളാണ് റാൻഡം വേരിയബിൾ എന്നുള്ളത്. ഫസ്റ്റ് റാൻഡം വേരിയബിളിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് എന്താണ് പറയുന്നത് വെച്ചാൽ let omega fp be a probability space and x from omega to r be a real valued function defined on a sample space omega, then x is a random variable on omega fp if x inverse of b equal to set of all omega belongs to omega such that x omega belongs to b which belongs to f for all b belongs to b, where b is a Borel field in the real line. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാണ്. ഒമേഗ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസിൽ നിന്നും റിയൽ ലൈനിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫങ്ഷൻ, അതാണ് എക്സ് എന്ന് പറയുന്നത്. ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷനാണ് എക്സ്. ഒമേഗ എന്ന് നമ്മുടെ സാമ്പിൾ സ്പേസ് ആണ്. ഇതൊരു പ്രോബബിലിറ്റി സ്പേസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സ് ഒമേഗ, ഈ ക്യാപിറ്റൽ ഒമേഗയിലെ ഇവൻസിനെയൊക്കെ നമ്മൾ സ്മോൾ ഒമേഗ വെച്ച് ഡിനോട്ട് ചെയ്യാനിരിക്കും. അപ്പോൾ എക്സ് ഒമേഗ എവിടെയാണ് ഉണ്ടാവുക? എക്സ് ഒമേഗ ഈ റിയൽ ലൈനിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ മാത്തമാറ്റിക്കലായാലും ജസ്റ്റ് ഡിനോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം എന്താ, എക്സ് ഒമേഗേനെ നമ്മളൊരു ബി എന്ന് വിളിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻവേഴ്സ് ഓഫ് പി എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ആയിരിക്കും. ഇവിടെയുള്ള സെറ്റ് ആയിരിക്കും, അതിവിടെ ആയിരിക്കും ഉണ്ടാവും എക്സ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ. അപ്പോൾ നമ്മൾ എക്സ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ബിലോങ്സ് ടു ഒമേഗ, ഈ ഒമേഗയിലുള്ള ഒമേഗകൾ സച്ച് ദാറ്റ് എക്സ് ഒമേഗ ബിലോങ്സ് ടു ബി. ഏതെങ്കിലുമൊക്കെ ഒമേഗകളല്ല, എക്സ് ഒമേഗ, അതായത് ഈ ഫങ്ഷൻ ബിയിലേക്ക് നമ്മളൊരു ബോറൽ ഫീൽഡിലേക്ക് മാപ്പ് ചെയ്യുന്ന എക്സ് ഒമേഗകളുടെ കളക്ഷനെയാണ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ബിലോങ്സ് ടു എഫ് ആണെങ്കിൽ, ഒരു ഫീൽഡ് ബിലോങ് ചെയ്യുകയാണെങ്കിൽ, അതൊരു ഫീൽഡ് ആണ് എങ്കിൽ എന്തു പറയും? നമ്മൾ എക്സ് ഒരു റാൻഡം വേരിയബിൾ ഓൺ ട്രിപ്ലറ്റ് ഒമേഗ എഫ് പി എന്ന് പറയും. ഫോർ ഓൾ ബി ബിലോങ്സ് ടു ബി ആണ്. ബോറൽ ഫീൽഡിലെ ഏത് ഇൻ്റർവൽ എടുത്താൽ. ഒന്നുകൂടെ പറയാം. അതായത് എക്സ് എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫങ്ഷനാണ്, ഒമേഗയിൽ നിന്ന് ആറിലേക്കുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി, അതായത് ഒമേഗ സെറ്റ് ഓഫ് ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഒമേഗ ബിലോങ്സ് ടു ബി എന്ന് പറയുന്ന സെറ്റ് ഒരു ഫീൽഡാണ് എങ്കിൽ നമ്മൾ എക്സിനെ റാൻഡം വേരിയബിൾ എന്ന്
പറയും. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പം പെട്ടെന്ന് മനസ്സിലാവും. Let omega f be any probability space x omega equal to c, a constant. For all omega belongs to omega. നമുക്കിവിടെ തന്നിരിക്കുന്ന ഡിഫൈൻ ചെയ്തിരിക്കുന്ന എക്സ് ഒമേഗ എന്ന് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. അതായത് നമ്മുടെ സാമ്പിൾ സ്പേസിലുള്ള ഏത് എക്സ് ഒമേഗകൾ എടുത്താലും അതൊക്കെ മാപ്പ് ചെയ്യുന്നത് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിലേക്കായിരിക്കും. ഫോർ ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്തായിരിക്കും? എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഡെഫിനേഷൻ വെച്ച് എന്താ? സെറ്റ് ഓഫ് ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഒമേഗ ബിലോങ്സ് ടു ബി ആണ്. ഇവിടെ നോക്കാം, നമ്മളൊരു ബോറോഫിൽ എടുക്കണേ. ആ എടുക്കുന്ന ഒരു ഇൻ്റർവൽ, നേരത്തെ നമ്മൾ പറഞ്ഞു റിയൽ ലൈനിലെ ഇൻ്റർവൽ, ഒരു ഇൻ്റർവല് കൊണ്ടുണ്ടാകുന്ന ഫീൽഡിനാണ് നമ്മൾ ബോറൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബോറൽ ഫീൽഡിനകത്താണ് ഈ സി എങ്കിൽ എന്താ? എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? മുഴുവൻ നമ്മൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നതെല്ലാം മൊത്തം നമ്മുടെ ഒമേഗ ആയിരിക്കും കിട്ടുക. അതാണ് ഇവിടെ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഈക്വൽ ടു ഒമേഗ ഇഫ് സി ബിലോങ്സ് ടു ബി ആയിരിക്കും. ഇനി അതല്ല, വേറൊരു സ്ഥലത്താണ് നമ്മുടെ ബി എങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്താ? സി ഡസ് നോട്ട് ബിലോങ്സ് ടു ബി ആണ്. നമ്മുടെ സി ബിക്കകത്തല്ല ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്ന ഒന്നും തന്നെ ഉണ്ടാവില്ല അവിടെ. അപ്പോൾ നമ്മുടെ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്താ? 5 ആയിരിക്കും. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് ഇൻവേഴ്സ് ഓഫ് ബിയുടെ വാല്യൂസ് എന്തൊക്കെയാണ്? 5ഉം ഒമേഗയും മാത്രമാണ്. ഈ 5ഉം ഒമേഗയും വരുന്ന സെറ്റ് എന്താണ്? ഒരു ഫീൽഡാണ്. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? ഒരു സിഗ്മ ഫീൽഡാണ്. ഫോർ ഓൾ ബി ബിലോങ്സ് ടു ബി ആണ്. അതുകൊണ്ട് എക്സ് ഒമേഗ എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ്. Every constant function is a random variable on any probability space. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, let omega f p be a probability space and a belongs to f, then define x omega എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ വെച്ച് ഡിനോട്ട് ചെയ്യാം. ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സാമ്പിൾ സ്പേസിനകത്ത് ഒരു സ്പേസ് എ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം. ഇഫ് ഒമേഗ ബിലോങ്സ് ടു എ ആണെങ്കിൽ നമ്മളത് 1 എന്നും, ഒമേഗ ഡസ് നോട്ട് ബിലോങ്സ് ടു എ ആണെങ്കിൽ 0 എന്ന് പറഞ്ഞാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി എക്സ് എന്ന് പറയുന്നത് ഒമേഗയിൽ നിന്ന് റിയൽ ലൈനിലേക്കുള്ള മാപ്പിംഗ് ആണ്. നമ്മൾ ഇതിൽ പറഞ്ഞ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് പറഞ്ഞു തന്നെയാണ് ഈ ചിത്രത്തിലും കാണിക്കുന്നത്. അതായത് എക്കകത്തുള്ള ഒമേഗകൾ 1ലേക്ക് മാപ്പ് ചെയ്യും, എക്ക് പുറത്തുള്ള ഒമേഗകൾ 0യിലേക്ക് മാപ്പ് ചെയ്യും. ഇനി ഇത് വെച്ച് നമുക്ക് എന്താ? എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എഴുതാം. എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്താ? നമ്മൾ ഡെഫിനിഷൻ വെച്ച് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി സെറ്റ് ഓഫ് ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഒമേഗ ബിലോങ്സ് ടു ബി ആണ്. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന ബി എന്ന് പറയുന്നത് ഇവിടെയാണ് വിചാരിക്കുക. ഇതിനകത്ത് എന്താ? 0ഉം 1ഉം ഇല്ല. അപ്പം ഇതിനകത്ത് നിന്ന് ഒമേഗയിലേക്ക് മാപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് എന്താ? സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഡസ് നോട്ട് ബിലോങ്സ് ടു എന്നാണ്. എക്സ് ഇൻവേഴ്സ് ഓഫ് ബി 5 ആണ്. ഇഫ് 0,1 ഡസ് നോട്ട് ബിലോങ്സ് ടു ബി ആണെങ്കിൽ 0ഉം 1ഉം നമ്മുടെ ബിയിലില്ല. അപ്പം എന്താണ്? എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്നത് നമുക്കിവിടെ മാപ്പ് ചെയ്യുന്ന ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ നമുക്ക് 5 ആണ്. ഇനി നമ്മുടെ ബി എന്ന് പറയുന്നത് ഇവിടെയാണ് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ബിക്കകത്ത് എന്താ? 1 ഉണ്ട്. 1 ബിലോങ്സ് ടു ബി, 0 ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. അങ്ങനെ വരുമ്പോൾ അത് ഇവിടെ മാപ്പ്
എന്താ 1ലേക്ക് മാപ്പ് ചെയ്യുന്ന മൊത്തം ഈ എയിൽ നിന്നുള്ള ആൾക്കാരെയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, എക്സ് ഇൻവേഴ്സ് ഓഫ് ബിയുടെ വാല്യൂ എ എന്ന് കിട്ടും. ഇഫ് 1 ബിലോങ്സ് ടു ബി, 0 ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. ഇനി 0 ബിലോങ്സ് ടു ബിയും 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ബിയും ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ, ഇത് എ ആണെങ്കിൽ ഇത് എ കോംപ്ലിമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ 0ലേക്ക് മാപ്പ് ചെയ്യുന്നതൊക്കെ എ കോംപ്ലിമെൻറ്റിൽ നിന്നുള്ളതാണ്. അപ്പോൾ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എവിടെ ഉണ്ടാവുക, ഈ എ കോംപ്ലിമെൻറ്റിലാണ് ഉണ്ടാവുക. സോ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്നത് എ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇഫ് 0 ബിലോങ്സ് ടു ബി, എ ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. അതുപോലെ തന്നെ ഇത് രണ്ടും വരികയാണെങ്കിലോ, 0യും 1ഉം അതിനകത്തുണ്ടെങ്കിൽ ഹോൾ സ്പേസ് കിട്ടും, ഹോൾ സാമ്പിൾ സ്പേസ് ഒമേഗ എന്ന് കിട്ടും. ഇനി നമുക്കിപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, സി എഫ് 5 എ കോംപ്ലിമെൻറ്റ് ഒമേഗ. ഇതെന്ന് പറയുന്നത് ഒരു സിഗ്മ ഫീൽഡാണ്, ബിലോങ്സ് ടു എഫ് ഫോർ ഓൾ ബി ബിലോങ്സ് ടു ബി. അതുകൊണ്ട് എന്താ, therefore x is a random variable on omega fp if a belongs to f. എ എഫിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലാത്ത പക്ഷേ നമുക്കത് റാൻഡം വേരിയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, എ ഉണ്ടെങ്കിലേ എ കോംപ്ലിമെൻ്റ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇനി അടുത്തൊരു എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കോയിൻ ടോസ് ചെയ്ത എക്സാമ്പിൾ തന്നെയാണ്. ഒമേഗ എന്ന് പറയുന്നത് സെറ്റ് എച്ച് കോമ ടി ആണ്. ഇനി ഇതിനെ വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 0 എന്ന് പറഞ്ഞ് ഡിനോട്ട് ഒരു ഇൻഡിക്കേറ്റർ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ഡയറക്റ്റായിട്ടും എഴുതാം. അപ്പോൾ നമുക്ക് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്നത് എന്ത് കിട്ടും, നമ്മൾ 0 എച്ച് കിട്ടുമ്പോൾ ഒമേഗ എച്ച് കിട്ടുമ്പോൾ 1 എന്നും ടി കിട്ടുമ്പോൾ 0 എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സാമ്പിൾ സ്പേസിനകത്ത് എച്ചും ടിയും ആണുള്ളത്, റിയൽ ലൈനിലേക്ക് മാപ്പ് ചെയ്യാൻ. ഇപ്പോൾ 0 1 എച്ച് ടി കിട്ടുമ്പോൾ 0ലേക്കും എച്ച് കിട്ടുമ്പോൾ 1ലേക്കും വരുന്ന ഒരു ഫംഗ്ഷൻ തന്നെയായിരിക്കും. അങ്ങനെയാണ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്താണ്, 0യും 1ഉം ഡസ് നോട്ട് ബിലോങ്സ് ടു ആണെങ്കിൽ, ഡസ് നോട്ട് ബിലോങ്സ് ടു വരുമ്പോൾ 5 ആയിരിക്കും. 1 ബിലോങ്സ് ടു ബിയും 0 ഡസ് നോട്ട് ബിലോങ്സ് ടു ആണെങ്കിൽ എച്ച് ആയിരിക്കും. 0 ബിലോങ്സ് ടു ബിയും 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആണെങ്കിൽ ടി ആയിരിക്കും. 0യും 1ഉം ഉണ്ടെങ്കിൽ ഒമേഗ ആയിരിക്കും, സെറ്റ് എച്ച് ടി ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇതൊരു സിഗ്മ ഫീൽഡാണ്. സോ എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ ഓൺ ഒമേഗ എഫ് പി. ഇനി ഈ റാൻഡം വേരിയബിളിനെ തന്നെ മറ്റൊരു രീതിയിലും കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ബോറൽ ഫീൽഡിൻ്റെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡെഫിനിഷൻ തന്നെ മാറ്റി പറയാം. അതായത് ലെറ്റ് ഒമേഗ എഫ് പി ബി എ പ്രോബബിലിറ്റി സ്പേസ് എക്സ് ബിലോങ്സ് ടു ഒമേഗ ടു ആർ. ഇറ്റ്സ് എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഓൺ ഒമേഗ. ഇഫ് every x belongs to R, x inverse of B equal to set of all omega belongs to omega such that x omega less than x just belongs to B. Then x is a random variable on omega fp. അതായത് ഏതെങ്കിലും ഒരു ബോറൽ ഫീൽഡ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് ചെയ്യാനും പറ്റും. അതായത് എക്സ് ഇൻവേഴ്സ് ഓഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതി അതിനൊക്കെ മാറ്റി നമുക്ക് എഴുതാം. എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ ടു എക്സ്, അതൊരു ഇൻ്റർവെലാണ്, ഒരു ഓപ്പൺ ഇൻ്റർവെലാണ്. ഇതൊരു ബോറൽ ഫീൽഡാണ്. എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ എക്സ് ഡെഫിനിഷൻ വെച്ച് എന്താ, സെറ്റ് ഓഫ് ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഒമേഗ ലെസ് ദാൻ എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം സിയിലേക്ക് മാപ്പ് ചെയ്യുന്നു. എക്സ് ഒമേഗ ലെസ് ദാൻ എക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ഇവിടെ നമുക്ക് എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എക്സ് ആണ്. അപ്പോൾ നമ്മളെന്താ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് എക്സ് നമ്മുടെ ഫസ്റ്റ് ഇവിടെ, അതായത് സിക്ക് മുന്നേ ആണ് എക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ, നമുക്ക് ഈ ഒരു ഇൻ്റർവെല്ലിൽ നമ്മുടെ ഒമേഗയിൽ നിന്ന് വരുന്ന മാപ്പിങ്ങുകളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇനി എക്സ് ഇവിടെ ആണെങ്കിലോ ഇത്രയും വരും നമ്മുടെ ഇൻ്റർവെൽ ബോറൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് സി ലെസ് ദാൻ എക്സ് ആണെങ്കിൽ നമ്മുടെ മുഴുവൻ, അതായത് ഒമേഗ സാമ്പിൾ സ്പേസിന് മൊത്തത്തിൽ ഇങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എക്സ് എന്താ ഒമേഗ എന്ന് കിട്ടും. വീണ്ടും 5 ഒമേഗ ഫീൽഡ് ആയതുകൊണ്ട് ഒരു റാൻഡം വേരിയബിളാന്ന് പറയും. അതായത് നേരത്തെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ബോറൽ ഫീൽഡ് എന്നുള്ള ഡെഫിനേഷൻ സ്പെസിഫിക് ആയിട്ട് ഒരു ബോറൽ ഫീൽഡിൻ്റെ ഇത് വെച്ചുകൊണ്ട് എക്സ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ ലെസ് ദാൻ എക്സ് അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് എഴുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്ന് പറഞ്ഞു, എന്താണ് സാമ്പിൾ സ്പേസ് ഇവൻറ്റ്, സിഗ്മ ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു, ഫീൽഡ് എന്താണ്, സിഗ്മ ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് റാൻഡം വേരിയബിളിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു, എക്സാമ്പിൾസ് പറഞ്ഞു. റാൻഡം വേരിയബിളിൻ്റെ ഡെഫിനേഷൻ എക്സാംസിന് ചോദിക്കാറുണ്ട്. എക്സാമ്പിളുകളൊന്നും ആവശ്യമില്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ബാക്കിയുള്ള ടോപ്പിക്സ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വെച്ച് ഇനിയുള്ള സെക്ഷൻസിൽ എടുക്കാം.